Hi everyone, so welcome to Mahima's World. ഇന്ന് നമ്മൾ കോളിഫ്ലവർ മഞ്ചൂരിയൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് കോളിഫ്ലവർ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് മഞ്ഞളിൽ 1 hour സോക്ക് ചെയ്ത് വെച്ച് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് നമ്മളിവിടെ കടലമാവ് ഒരു 2.5 ടേബിൾ സ്പൂൺ, അതിലേക്ക് മൈദ ഒരു 2 ടേബിൾ സ്പൂൺ, പിന്നെ അരിപ്പൊടി ഞാനിവിടെ ചേർക്കുന്നുണ്ട്, അതൊരു 1.5 ടേബിൾ സ്പൂൺ. ഇത്രയും നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ അല്പം ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ജീരകം പൊടിച്ചതും കുറച്ച് ചില്ലി പൗഡർ നിങ്ങൾക്ക് എരിവുള്ളത് വേണമെങ്കിലും കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർത്തിരിക്കുന്നത്. ഒരു 1.5 ടീസ്പൂൺ ആണ് കാശ്മീരി ചില്ലി പൗഡർ ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി ഇതാ നമ്മളിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊരു ബാറ്റർ ആക്കി മിക്സ് ചെയ്തെടുക്കാണ്. അപ്പൊ ഇതാ ഇവിടെ ഏകദേശം അതിന്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമുക്കത് കിട്ടാൻ, ചെറിയ ലൂസ് ആയിട്ട്, ഇച്ചിരി കട്ടി വേണം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 750 grams ഓഫ് കോളിഫ്ലവർ ആണ് മൊത്തത്തിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. ആ മുഴുവൻ കോളിഫ്ലവറും നമുക്ക് ഫുള്ളായിട്ട് ബാറ്ററിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊന്ന് ഇളക്കി ചേർത്ത് എല്ലാത്തിലും പറ്റി പിടിക്കുന്നത് പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 minutes മാറ്റി വെക്കാം. 10 minutes മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം. ഞാനിവിടെ 2 മീഡിയം സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു കോളിഫ്ലവർ, ഒരു 1/4 കോളിഫ്ലവർ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്. ഇനി നമുക്ക് പാൻ ചൂടാനായിട്ട് വെക്കാം. നമ്മുടെ കോളിഫ്ലവർ 10 മിനിറ്റ് അവിടെ നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല തിളച്ച എണ്ണയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ ഗോബി മഞ്ചൂരിയൻ ആകുമ്പോൾ ഒരു ചൈനീസ് ടേസ്റ്റ് ഒക്കെ ആണല്ലോ വരിക. നമുക്ക് അതിനകത്ത് സൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളവിടെ ബാറ്ററിൽ മുക്കി വെച്ചിരുന്ന മുഴുവൻ കോളിഫ്ലവറും ഇവിടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ചെറിയ പാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ബാച്ചായിട്ടും ചേർത്ത് കൊടുക്കാം. നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ അതൊന്ന് വിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്കിത് മറിച്ചിടാനൊക്കെ പാടായിരിക്കും ഒരു സൈഡ് മൂക്കുമ്പോഴത്തേക്കിനും. അപ്പൊ ഇതാ ഇവിടെ ഞാൻ എണ്ണയിലിട്ട് ഒരു 5 minutes കഴിഞ്ഞപ്പോഴത്തേക്കിനും ഇതിന്റെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനൊരു മീഡിയം ഫ്ലെയിമിലായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ നോക്കി നിൽക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിം അല്ലെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. മീഡിയം ഫ്ലെയിം ആയിരിക്കും നല്ലത്. ലോ ഫ്ലെയിം ആകുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 minutes ആയപ്പോഴത്തേക്കിനും ഒരു സൈഡ് മൂത്ത് വന്നു. ഇപ്പൊ ഞാനത് മറിച്ചിട്ട് കൊടുത്തു. വീണ്ടും ഒരു 5 minutes ആയപ്പോഴത്തേക്കിനും അടുത്ത സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ എണ്ണയിൽ തന്നെ ബാക്കി മിക്സ് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് സ്പ്രിംഗ് ഓനിയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ വൈറ്റ് പോർഷൻ ആണ് ആദ്യം തന്നെ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്, ഈ വെളുത്തുള്ളിയുടെ കൂട്ടത്തില്. പക്ഷെ ഇവിടെ നമുക്ക് സ്പ്രിംഗ് ഓനിയൻ ഇല്ലാത്തത് കൊണ്ട് അതില്ലാതെ നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. വെളുത്തുള്ളി അവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ 2 മീഡിയം സൈസിലുള്ള സവാള ചോപ്പ് ചെയ്ത് വെച്ചിരുന്നത് അരിഞ്ഞു കൊടുക്കുകയാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഒരു ട്രാൻസ്പെറന്റ് കളർ ആകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. നമുക്കിത് ബ്രൗൺ ഷെയ്ഡിലേക്ക് ആകേണ്ട ആവശ്യമില്ല. അപ്പൊ ദാ ഇവിടെ ഒരു ട്രാൻസ്പെറന്റ് ഷെയ്ഡിൽ സവാള ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്നായിട്ടുള്ള ക്യാപ്സിക്കം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ആൻഡ് ഈ സ്റ്റേജിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് മൂപ്പിക്കാം. സ്പ്രിംഗ് ഓനിയൻ ഉള്ളവർക്ക് സ്പ്രിംഗ് ഓനിയനും ഇതിൽ ചേർക്കാം കേട്ടോ. എനിക്കിവിടെ സ്പ്രിംഗ് ഓനിയൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിത് ചേർക്കാത്തത്. നമ്മളിവിടെ വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, ഇത്രയും മാത്രമേ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഞാൻ അതിലേക്ക് ഇച്ചിരി ഉപ്പും ചേർത്ത് ക്യാപ്സിക്കം കൂടി ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കത്തിന്റെ നല്ല മൂത്ത നല്ലൊരു ഫ്ലേവർ നമുക്ക് ലഭിക്കും.
സോ അതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് സോസ് ആണ് ചേർക്കാൻ പോകുന്നത്. സോ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് 1.5 ടീസ്പൂൺ അളവിൽ സോയ് സോസ് ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, റെഡ് ചില്ലി സോസും ഗ്രീൻ ചില്ലി സോസും ചേർത്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഇത് മൂന്നും ഓരോ ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്തിരിക്കുന്നത്. റെഡ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ്, ടൊമാറ്റോ സോസ് മൂന്നും ഓരോ ടേബിൾ സ്പൂൺ വീതം ചേർത്തു. ഇനി നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ കലക്കി ഒഴിക്കുകയാണ്. തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ കോൺഫ്ലവർ ഇവിടെ കലക്കിയിരിക്കുന്നത്. അത് നമ്മൾ ആ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുത്തു, നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാലയിലേക്ക്. അപ്പോൾ ഈ ഒരു ഗ്രേവി പരുവത്തിൽ കിട്ടി. ഇപ്പൊ ഇത് നന്നായിട്ടൊന്ന് കുറുകും. അപ്പം ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഇവിടെ ഒഴിച്ചു കൊടുക്കാം. സോ കോൺഫ്ലവർ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകി കിട്ടും. നമുക്ക് ഗോബി മഞ്ചൂരി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകിയാണല്ലോ കിട്ടേണ്ടത് അല്ലേ. പിന്നെ നമ്മൾ ഇതിലേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. കോളിഫ്ലവറും നമ്മൾ മൈദ ഒക്കെ സോക്ക് ചെയ്ത് ഫ്രൈ ചെയ്തായതുകൊണ്ട് തന്നെ ഒന്നും കൂടെ കറിക്കൊരു കൊഴുപ്പ് കിട്ടും. സോ കോളിഫ്ലവർ ഇട്ട് ആ നമ്മുടെ ഗ്രേവി ഫുള്ള് അതിലൊന്ന് പറ്റിച്ചേരുന്ന പോലെ നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കണം. അതിനുശേഷം അതിന്റെ കൺസിസ്റ്റൻസി നമ്മുടെ ഗ്രേവി എത്രയുണ്ടെന്ന് നോക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും നോക്കുക. മല്ലിയിലയും ചേർത്ത് ഒരു 2 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. സോ നമ്മുടെ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു.